ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റോട് കൂടിയ ഒരു പെർഫെക്റ്റ് വെജ് പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ടേസ്റ്റി വെജ് പുലാവ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ പൊട്ടാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് ബീൻസ് കട്ട് ചെയ്തത്, ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തത്. നമ്മളിവിടെ റെഡ് ക്യാപ്സിക്കം ആണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഏത് കളർ ക്യാപ്സിക്കം ആണ് ഉള്ളതെങ്കിൽ അത് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ വെജ് പുലാവിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഗ്രീൻ പീസും അതുപോലെ തന്നെ കുറച്ച് വെള്ളക്കടലയുമാണ്. വെള്ളക്കടലയും ഗ്രീൻ പീസും തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കുക. പുലാവ് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുൻപായിട്ട് പ്രഷർ കുക്കറിലൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. വെള്ളക്കടലയും ഗ്രീൻ പീസും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ പെർഫെക്റ്റ് വെജ് പുലാവിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗ്രീൻ പീസും അതുപോലെ തന്നെ വെള്ളക്കടലയും ചേർത്ത് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. ഇനി നമ്മുടെ വെജ് പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വെജ് പുലാവ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റവിൽ ഒരു ഡീപ്പ് പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലെയിം ഓൺ ആണ്. അതിനുശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗീ ആണ് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഗീ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഗീ മെൽട്ടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വോൾ സ്പൈസസ് ആണ്. 6-7 ഏലക്ക, അതുപോലെ തന്നെ 6-7 ഗ്രാമ്പു, 5-6 പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പട്ട കൂടി ഈ ഗീയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും 6-7 വെളുത്തുള്ളി നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ഒരിക്കലും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കരുത്. അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഗീയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സവാള സ്ലൈസ് ചെയ്തതാണ്. ഇനി നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ ആകാനൊന്നും നിൽക്കരുത്, ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ വെള്ളക്കടലയും അതുപോലെ തന്നെ ഈ ഗ്രീൻ പീസും കൂടിയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാ വെജിറ്റബിൾസും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വെറും 1 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ അടച്ചു വെച്ച് വെറും 1 മിനിറ്റ് മാത്രം നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഏത് കപ്പിലാണോ റൈസ് അളന്നെടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിലുള്ള വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെജിറ്റബിൾസും വെള്ളവും കൂടി ഒന്നുകൂടി നന്നായിട്ട് തിളച്ച് വരട്ടെ. ഏകദേശം ഒരു 3 മിനിറ്റോളം നമ്മൾ വെജിറ്റബിൾസും വെള്ളവും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾസിൻ്റെ ഫ്ലേവർ എല്ലാം നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ബസ്മതി ലോങ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും നല്ല ബെസ്റ്റ് റൈസാണ് ഇന്ത്യ ഗേറ്റിൻ്റെ റൈസ്. ഇത് നമ്മൾ കഴുകിയതിന് ശേഷം അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ മുഴുവനായിട്ടും റൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെക്കാം. ഇപ്പം നമ്മൾ അടച്ചു വെച്ചിട്ട് 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് 2 തവണ നമ്മളിത് തുറന്നിട്ട് ഇളക്കി കൊടുത്തിരുന്നു. നമ്മുടെ വെജ് പുലാവ് ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് കറക്റ്റ് അളവിൽ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
സൂപ്പർ ടേസ്റ്റോട് കൂടിയ നമ്മുടെ അടിപൊളി വെജ് പുലാവ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.